കേരള ബജറ്റിനെതിരെ KSSPA പ്രതിഷേധ സമരം നടത്തി. പെൻഷൻ പരിഷ്കരണം അട്ടിമറിച്ച കേരള ബജറ്റിനെതിരെ KSSPA സംസ്ഥാന വ്യാപകമായി ട്രഷറികൾക്ക് മുമ്പിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി സിവിൽ സ്റ്റേഷനിലെ ജില്ലാ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നും DRI കുടിശ്ശിക അനുവദിക്കണമെന്നും മെഡിസെപ്പിലെ അപാകതകൾ പരിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നും ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. ബാലൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന വ്യാപകമായി എല്ലാ ട്രഷറികൾക്ക് മുമ്പിലും KSSPAയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരള സർക്കാർ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി. കേരളത്തിലെ പൊതുജനങ്ങൾക്കും അതേപോലെ സമസ്ത മേഖലയിലെ ആളുകൾക്കും ഒരു തരത്തിലും ഒരു ഉപകാരവുമില്ലാത്ത രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് കേരള നിയമസഭയിൽ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാലൻ അവതരിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സമയത്ത് വലിയ പ്രതീക്ഷയൊന്നും നമ്മൾക്കില്ലെങ്കിൽ പോലും ദീർഘകാലമായി, വളരെ കാലമായി കേരളത്തിലെ പെൻഷൻ പറ്റിപ്പിരിഞ്ഞ വയോധികരായിട്ടുള്ള ആളുകളുടെ കിട്ടാനുള്ള ആനുകൂല്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടാകുമെന്ന് നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയുണ്ടായി. ഇവിടെ നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ച പോലെ 2024 ജൂലൈ മാസം 1-ാം തീയതി തൊട്ട് കേരളത്തിലെ ജീവനക്കാർക്കും അതേപോലെ തന്നെ പെൻഷൻകാർക്കുമുള്ള പെൻഷൻ കമ്മീഷനെ നിയമിക്കേണ്ട സമയമായിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഒരു പരാമർശം പോലും ആ ബഡ്ജറ്റിനകത്ത് ഉണ്ടായില്ല. പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രബുൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് K. അനന്തൻ മാസ്റ്റർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഭരതരാജൻ, K. ബൽറാം, വിജയകുമാർ കോങ്ങാട്, V. ആന്റണി, PD സുവർണൻ, C. അച്യുതൻ, TP ഉമ്മർ, പോൾ P. ആലീസ്, C. പ്രസാദ്, രാധിക K. KT ഉഷ ടീച്ചർ എന്നിവർ സംസാരിച്ചു.